നമസ്കാരം. പെരിങ്ങമല സഹകരണ സംഘം അഴിമതിയിൽ ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ്. സുരേഷിനെതിരെ സഹകരണ വകുപ്പ് നീക്കം. സുരേഷ് 43 ലക്ഷം രൂപ തിരിച്ചടയ്ക്കണമെന്ന് സഹകരണ വകുപ്പ് ഉത്തരവിട്ടു. ഇത് സംബന്ധിച്ച സഹകരണ വകുപ്പിന്റെ ഉത്തരവിന്റെ പകർപ്പ് പുറത്തു വന്നു. എന്നാൽ ആരോപണം സുരേഷ് നിഷേധിച്ചു. ഈ കേസിൽ സ്റ്റേ നേടിയിട്ടുണ്ടെന്ന് സുരേഷ് പറയുന്നു. ഏതായാലും വലിയ വിവാദത്തിലെത്തിക്കുന്നതാണ് ഈ റിപ്പോർട്ട്. സുരേഷിന്റെ അടക്കം വസ്തുക്കൾ ജപ്തി ചെയ്യാനുള്ള നീക്കത്തിലാണ് സഹകരണ വകുപ്പ്. ബി.ജെ.പി. നേതാക്കളെ സഹകരണ ആരോപണത്തിൽ തളയ്ക്കാനുള്ള പിണറായി സർക്കാരിന്റെ നീക്കമാണിതെന്ന വിലയിരുത്തലുമുണ്ട്. പെരിങ്ങമല ലേബർ കോൺട്രാക്ട് സഹകരണ സംഘത്തിലാണ് അഴിമതി നടന്നത്. സഹകരണ ചട്ടം ലംഘിച്ച് ബി.ജെ.പി. നേതാക്കൾ വായ്പയെടുക്കുകയായിരുന്നു. എസ്. സുരേഷ് ഉൾപ്പെടെ 16 പേരായിരുന്നു ബാങ്കിന്റെ ഭരണസമിതിയിൽ ഉണ്ടായിരുന്നത്. ഭരണസമിതി അംഗങ്ങൾ അതേ ബാങ്കിൽ നിന്ന് വായ്പ എടുക്കാൻ പാടില്ല എന്നതാണ് ചട്ടം. നിയമം ലംഘിച്ച് വായ്പ എടുത്തുവെന്നാണ് ഭരണസമിതി അംഗങ്ങൾക്കെതിരായ കണ്ടെത്തൽ. ഇതിലൂടെ ബാങ്കിന് ആകെ 4.16 കോടി രൂപയുടെ നഷ്ടമാണ് ഉണ്ടായത്. ബാങ്ക് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ പണം തിരിച്ചടയ്ക്കാനാണ് ഉത്തരവ്. RSS മുൻ വിഭാഗ് ശാരീരിക പ്രമുഖ് ജി. പത്മകുമാർ ആയിരുന്നു പ്രസിഡന്റ്. ഇദ്ദേഹവും 46 ലക്ഷം രൂപ അടയ്ക്കണം. 16 അംഗ ഭരണസമിതിയിൽ 7 പേർ 46 ലക്ഷം രൂപ വീതം തിരിച്ചടയ്ക്കാനാണ് നിർദ്ദേശം. 9 പേർ 16 ലക്ഷം രൂപ വീതം തിരിച്ചടയ്ക്കണം. ബി.ജെ.പി. ഭരിച്ച സഹകരണ സംഘം അഴിമതിയും കെടുകാര്യസ്ഥതയും മൂലം 2003 പൂട്ടുമ്പോൾ 4.16 കോടിയായിരുന്നു നഷ്ടം. പ്രസിഡന്റ് ആയിരുന്ന ജി. പത്മകുമാർ 46 ലക്ഷമാണ് തിരിച്ചടയ്ക്കേണ്ടത്. ഭരണസമിതിയിലെ 16-ൽ 7 പേർ 46 ലക്ഷം വീതവും 9 പേർ 19 ലക്ഷം വീതവും തിരിച്ചടയ്ക്കണം. ഈ പണം 2013 മുതൽ 18% പലിശ സഹിതം നോട്ടീസ് കൈപ്പറ്റി 1 മാസത്തിനകം തിരിച്ചടയ്ക്കണമെന്നും ഇല്ലെങ്കിൽ ജപ്തി നടപടികളിലേക്ക് കടക്കുമെന്നുമാണ് ഉത്തരവ് എന്നായിരുന്നു ദേശാഭിമാനി വാർത്ത. എന്നാൽ താൻ വായ്പയൊന്നും എടുത്തിട്ടില്ലെന്ന് സുരേഷ് പറയുന്നു. ഈ ഉത്തരവിനെതിരെ സ്റ്റേ വാങ്ങിയിട്ടുണ്ടെന്നും അദ്ദേഹം വിശദീകരിക്കുന്നു. ഭരണസമിതിയിലുള്ളവർ നിയമം ലംഘിച്ച് വായ്പയെടുത്തെന്നും ബിനാമി ഇടപാടുകൾ നടത്തിയതുമാണ് സംഘം നഷ്ടത്തിലാക്കി പൂട്ടിച്ചത്. അഴിമതി, ആസ്തി നഷ്ടം എന്നിവ സംബന്ധിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ സഹകരണ വകുപ്പ് നടത്തിയ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നടപടി. 2013 ജൂലൈ മുതൽ ഈ സമിതി സഹകരണ നിയമവും അതത് സമയത്ത് സഹകരണ വകുപ്പ് നൽകിയ സർക്കുലറുകളും ലംഘിച്ചാണ് പ്രവർത്തിച്ചതെന്നും കണ്ടെത്തി. ആകെ 4,15,77,249 രൂപയാണ് അഴിമതി മൂലം നഷ്ടമായതെന്നും അന്വേഷണത്തിൽ വ്യക്തമായി. സഹകരണ ബാങ്ക് വിവാദത്തിലാണ് ബി.ജെ.പി. കൗൺസിലറായ തിരുമല അനിൽ ആത്മഹത്യ ചെയ്തത്. അനിലിന്റെ ബാങ്കിലെ സാമ്പത്തിക ബാധ്യതയിൽ ബി.ജെ.പിക്ക് പങ്കില്ലെന്നായിരുന്നു വാദം. തുടർന്ന് ഗത്യന്തരമില്ലാതെയാണ് അനിൽ ആത്മഹത്യ ചെയ്തത്. തൃക്കണ്ണാപുരത്ത് ആത്മഹത്യ ചെയ്ത ആനന്ദിനും ബി.ജെ.പി. ബാങ്കിൽ നിന്നും പണം കിട്ടാനുണ്ട്. MS കുമാറും സഹകരണ അഴിമതിയിൽ ബി.ജെ.പി. വെട്ടിലാക്കുന്ന പരാമർശങ്ങൾ നടത്തിയിരുന്നു.